Super Bumper, co-powered by Parle Hide and Seek Choco Chip Cookies. തയ്യാറ തയ്യാറത്തോം തെയ്യത്തോം തെയ്യത്തോം തെയ്യാറത്തോ തയ്യാറ തയ്യാറത്തോം തെയ്യത്തോം തെയ്യത്തോം തൊയ്യാറത്തോ. മുത്തേ, നമ്മളിന്ന് എവിടെ എത്തേക്കണമെന്ന് അറിയാമോ? വേമ്പനാട്ടുകായലാണ് ഈ കാണുന്നത്. അതിലൂടെ നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? വാരനാടാണ്. സീ കേരളം സൂപ്പർ ബമ്പർ. നമ്മളിന്ന് വാരനാട് കരയിലാണ്. ഈ കടലിലുള്ള കൊമ്പൻ സ്രാവുകളെയല്ല, നമ്മൾ വാരനാട് കരയിലുള്ള കൊമ്പൻ സ്രാവുകളെ തേടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ 25,000 രൂപ വരെ കൊടുത്തിട്ടേ നമ്മളിന്ന് പോകൂ. ഈ വാരനാട് എന്ന് പറയുന്ന പ്രദേശം ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അതുകൊണ്ടല്ലേ വേമ്പനാട്ട് കായലിൻ്റെ കരയാണ്. വേമ്പനാട്ട് കായലിൽ ചാഞ്ചാട്ടം, ആ ചാഞ്ചാട്ടമാണ് ഈ കാണുന്നത് മൊത്തം. എന്തായാലും ഇവിടെ മലയാള സാഹിത്യശാഖയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കർണാടക സംഗീതത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ഇരയിമ്മൻ തമ്പിയുടെ നാടാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ് വാരനാട്. ഇതൊന്ന് കരക്കടുപ്പിച്ചിട്ട് മുത്തേ നമ്മൾ പോവാട് കേട്ടാ, കൂടെ പിടിച്ചോ. ആ മരവും ആ വർക്കുകളും ഒന്നും കോട്ടം തട്ടാതെ ഇപ്പോഴും നിലനിർത്തി പോയിട്ടുണ്ട്. ഇവിടെ വന്ന് നമുക്കൊന്ന് നടന്ന് കാണാം. അതല്ലേ, എൻ്റെ കൂടെ പോരെ, എല്ലാം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പടം ആലേഖനം ചെയ്തിട്ടുണ്ട്, ഇരയിമ്മൻ തമ്പി സ്മാരകം. ഇതൊക്കെ പഴയ വർക്ക് തന്നെയാണ്, ഒരു മാറ്റമില്ല. നല്ല അസല് മരമാണ്. മുന്നോട്ട് പോകും. ഈ പഴയ തറവാട് എന്ത് രസമല്ലേ. ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കാമെന്ന് തോന്നും. വല്ലാത്ത ഒരു സുഖമുണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്. നമ്മളെല്ലാം കേട്ട് ഉറങ്ങിയിട്ടുള്ള പാട്ട്, നമ്മുടെ എല്ലാം അമ്മമാർ പാടിയിട്ടുള്ള ആ താരാട്ട് പാട്ട് ഓമന തിങ്കൾ കിടാവോ, അത് ഇവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നിന്ന് മനസ്സ് കഴിഞ്ഞാൽ ഇരയിമ്മൻ തമ്പി ജനിച്ചു വളർന്ന സ്ഥലമാണ്. അദ്ദേഹമാണല്ലോ നമുക്കത് തന്നത്. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഒരു അവസ്ഥയും ഇതിൻ്റെ ഒരു സുഖമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെയുള്ള വരികൾ ഉണ്ടാവാനുള്ളൊരു കാരണം എന്ന് തോന്നുന്നു അല്ലേ. അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് കൃതികൾ നമ്മുടെ കർണാടക സംഗീതത്തിനും മലയാള സംഗീത ശാഖയ്ക്കും അദ്ദേഹം തന്നിട്ടുണ്ട്. ഒരുപാടുണ്ട്. പ്രണയം, രതി, സ്നേഹം എല്ലാം അദ്ദേഹത്തിൻ്റെ വരികളിലും സംഗീതത്തിലും അതിലൂടെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് അറിയാതെ ഉള്ളിൽ ഇങ്ങനെ ഓമന തിങ്കൾ കിടാവോ വരും. അതൊരു വല്ലാത്ത ഫീലാണ്. ഇവിടെ ഇനിയും കാണാനുണ്ട്. ഇത് തറവാട് വീടാണ്. തൊട്ടടുത്ത ഒരു നാഗക്കാവുണ്ട്, ചെറിയ അമ്പൽക്കുളം ഉണ്ട്. അതിൽ നല്ല രസമുള്ളൊരു പ്രതിഭയാണ്. എനിക്ക് കാണാം, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണിക്കൊന്ന് ഇപ്പോഴും പൂത്ത് വെക്കുന്നു, വലിയൊരു കൽവിളക്ക്. ഇത് ഞാൻ ആലോചിക്കുന്നത് 1782 അദ്ദേഹം ജനിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു സ്ഥലം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇമാജിൻ ചെയ്യാൻ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫീലായിരിക്കില്ല. സന്ധ്യാസമയത്തൊക്കെ ഈ നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച്, ഈ കൽവിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഇവിടെ ഈ നാഗക്കാവിൽ ഉത്സവം, വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നിരിക്കും അന്നത്തെ കാലത്ത്. അതൊന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് വേണമെന്ന് റിക്രിയേറ്റ് ചെയ്താലോ അതൊക്കെ തോന്നിപ്പോവും. അതൊക്കെ ഒന്ന് അനുഭവിച്ചറിയാനൊരു കൊതിയൊക്കെ ഉള്ളിൽ തോന്നിപ്പോവും. എപ്പോഴെങ്കിലും നിങ്ങൾ ചേർത്തല ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ വാരനാട് വരികയും ഇരയിമ്മൻ തമ്പിയെ ഓർത്തെടുക്കുകയും ഇതിലൂടെ നടന്ന് ഈ സ്ഥലമൊക്കെ കണ്ട് ഓമന തിങ്കൾ കിടാവോ ഒന്ന് പാടുകയൊക്കെ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അത് നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വരണം. ഈ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കണം. ഇതുണ്ട, ഒരു ആമ്പൽക്കുളവും അതിനോട് ചേർന്ന് ചെറിയ മുല്ലപ്പന്തലും പിന്നെ അരളിപ്പൂവും എല്ലാം ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഓമന തിങ്കൾ കിടാവോ നല്ല കുമള താമര പൂ. നമ്മുടെ അമ്മമാർ പാടി തന്നതിൻ്റെ അത്ര സുഖമൊന്നും ഉണ്ടായിണ്ടാവില്ല. എന്തായാലും ഒരാഗ്രഹം കൊണ്ട് പാടിയതാ. ഇവിടുത്തെ മൊത്തത്തിലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇതിന് മുല്ലപ്പന്തലിലൊക്കെ മുല്ല പൂത്ത് നിൽക്കുമ്പോൾ വന്ന് നിൽക്കണമെന്നൊരു കൊതി തോന്നുന്നു ഇപ്പോൾ ഇത് കണ്ടപ്പോൾ. എന്തായാലും ഇതിൻ്റെ ഒരു പഴമ വല്ലാതെ ഇപ്പോഴും അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്.
സ്വാതി തിരുനാളിൻ്റെ സദസ്സിൽ ആയിരുന്നു, അവിടുത്തെ മെയിൻ വോക്കലിസ്റ്റ് ആയിരുന്നു സത്യത്തിൽ ഇരയിമൻ തമ്പി. സ്വാതി തിരുനാൾ ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുത്താണ് ഈ ഓമനത്തിങ്കൾ കിടാവു എന്ന് പറയുന്ന നമ്മളെല്ലാവരും കേട്ടുണർന്ന താരാട്ട് പാട്ട്. പിന്നെ ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ എന്താണെന്ന് അറിയാമോ, ഈ ഒരു തൂണിൻ്റെ മൊത്തം സ്ട്രക്ചർ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ശരിക്കും പറഞ്ഞാൽ പഴയ രാജാ രവിവർമ്മ ചിത്രങ്ങളാണ്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അതിലുണ്ടാവും ഇത്തരത്തിലുള്ള തൂണുകളും വർക്കുകളും. മൊത്തത്തിൽ ആ ഒരു രാജകീയ കാലഘട്ടത്തിലേക്ക് പോകാൻ കഴിഞ്ഞതിലും നമ്മുടെയൊക്കെ നൊസ്റ്റാൾജി. നമസ്കാരം വാരനാട്. നമ്മൾ വേമ്പനാട്ട് കായലൊക്കെ കടന്നതേ വാരനാടിന്റെ മണ്ണിൽ എത്തുമെന്ന് പറഞ്ഞു. വാരനാട് എത്തി, വന്നു, കണ്ടു. ഇനി ആരാ കീഴടക്കണ്ടേ? സി കേരളം സൂപ്പർ ബമ്പർ 25,000 രൂപയുമായിട്ട് കയ്യിൽ പിടിച്ചെത്തിയിരിക്കുന്നു. ദാ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു നല്ല കൈയടി തന്നേ. ഇവിടെ നമ്മുടെ വാസ്കോ ക്ലബാണ് ഈ സംഭവമൊക്കെ സംഘടിപ്പിച്ചതെന്ന് കേട്ടു. ആ ക്ലബിന്റെ ആളുകൾ എവിടെ? വാസ്കോയ്ക്ക് വേണ്ടി ഒരു നല്ല കഴിച്ച്. വാസ്കോ ഡ ഗാമ വെന്റ് ടു ദ ഡ്രാമ, സൂപ്പർ ബമ്പർ കാണാൻ ഇവിടെ വന്നു. നല്ലൊരു കൈ അടിച്ചേ. സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിന്റെ ഇന്നത്തെ അധ്യായം നമ്മൾ ദാ ഇവിടെ തുടങ്ങുന്നു. ഒരുപാട് ഗെയിംസ് ഉണ്ട്, ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ഒപ്പം 1000 രൂപ മുതൽ 25,000 രൂപ വരെ നിങ്ങളിൽ ആർക്കൊക്കെയോ കിട്ടാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ. ഇതിന് കുഞ്ഞു കുഞ്ഞു നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങൾ എന്താണെന്നുള്ളത് ആദ്യം തന്നെ അങ്ങോട്ട് കണ്ടിട്ട് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ അർമാദം അങ്ങോട്ട് തുടങ്ങായിരുന്നു. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10,000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25,000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000 രൂപയാണ്. നിയമങ്ങളൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഇനി നമുക്ക് തുടങ്ങാം. ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് ഈ കൂട്ടത്തിൽ നിന്ന് ഒരു 2 പേരുടെ പാട്ടൊക്കെ കേട്ട് ഉഷാറായിട്ട് പോവാം. നമുക്ക് ഇടതുഭാഗത്തിന്റെയും ഒരു ഉഷാറ് വേണം, വലതുഭാഗത്തിന്റെയും ഒരു ഉഷാറ് വേണം. എന്താ പേര്? ജയകൃഷ്ണൻ. ജയകൃഷ്ണന്റെ നിപ്പും പാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ യൂത്ത് ഹോസ്റ്റലിന് പോകാൻ പോകുന്ന പോലെയുണ്ട്. അതിനുവേണ്ടി ഒന്നാണോ? ഇവിടെ യൂത്ത് ഹോസ്റ്റലാന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? വാസ്കോ ക്ലബ്ബുകാർ അങ്ങനെ എങ്ങാനും പറഞ്ഞായിരുന്നോ? ഇല്ല. ശരിക്കും യൂത്ത് ഹോസ്റ്റലിലൊക്കെ പോവാറുണ്ടോ? എന്തൊക്കെ ഇനത്തിലാ പോവാറ്? നാടൻപാട്ട്, കവിത, പിന്നെ ലളിതഗാനം, ഉറുദു പദ്യം, പിന്നെ എന്തെങ്കിലും ബാലൻസ് വെക്കി ഞങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ അല്ലേ? ഏതിനൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്? കവിതക്ക് സംസ്ഥാനത്തിൽ പോകാൻ പറ്റി. ഒരു നല്ല കൈഡി കൊടുത്തേ. ഈ നാട്ടിലെ ഭാവി കലാപ്രതിഭയാണ് നിൽക്കുന്നത്. നമുക്ക് ഇപ്പൊ ഏത് പാട്ട് പാടിയാ തരാൻ പോകുന്നത്? ഒരു പരുന്തുപാട്ട്, നാടൻപാട്ട്. പരുന്തുപാട്ട് പറക്കാം. അപ്പൊ നല്ലൊരു കൈഡി കൊടുത്തേ. തുടങ്ങിക്കോ. ചക്കി എന്നൊരു ചെമ്പരുന്തവളോ തകതൈത, ചക്കി എന്നൊരു ചെമ്പരുന്തവളോ തന്നതൈത, ചക്കി എന്നൊരു ചെമ്പരുന്തവളോ തകതൈത, ചക്കി എന്നൊരു ചെമ്പരുന്തവളോ തന്നതൈത, തന്നെ തന്നെ കൊത്തിയെടുത്തവളോ തകതൈത,
തകതൈത തന്നെ തന്നെ കൊത്തിയെടുത്തവളോ തന്നാതൈത ചക്കി എന്നൊരു ചെമ്പരുന്തവളോ തകതൈത ചക്കി എന്നൊരു ചെമ്പരുന്തവളോ തന്നാതൈത. അടിപൊളി തകതൈത അല്ലേ? ഈ ഏരിയ കലക്കി. ഇനി ഇപ്പുറത്ത് ആരാ? തുടക്കം തന്നെ ഞാൻ വന്നപ്പോ എൻ്റെ അടുത്ത് നൃത്തച്ചുവടുകളുമായി മത്സരിച്ച ഒരാൾ നിൽപ്പുണ്ട് ഇവിടെ. നമുക്കൊന്ന് പരിചയപ്പെട്ടേക്കാം. എന്താണ് പേര്? യമുന. യമുനെ നീ ഒഴുകൂ അല്ലേ? ഈ ഏരിയയിലൂടെ ഒഴുകി നടക്കാണോ യമുന? റൂട്ട് മാറ്റിയോ? വേമ്പനാട്ടുകാലിന്റെ സൈഡിൽ കൂടെ ആയോ യമുന? എന്താണ് ഇപ്പൊ വേമ്പനാട്ടുകാലിന്റെ സൈഡിൽ കൂടെ ആണോ യമുന ഒഴുകുന്നത്? യമുന ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് 2 മക്കളുണ്ട്, 3 പേരക്കുട്ടികളുണ്ട്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആണോ? അവരൊക്കെ എവിടെ പോയി? ടാറ്റ പോയോ? കെട്ടിച്ചു വിട്ടെടുത്തൊക്കെയല്ലേ. അതാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഏത് പാട്ടാ പാടിത്തരാൻ പോണേ? ഇപ്പൊ ഞാൻ ഏത് പാട്ട് പാടണം? അടിപൊളി ആയിക്കോട്ടെ. അവിടെ കേട്ടുള്ള ഒരു അടിപൊളി നാടൻ പാട്ട് വന്നു. അപ്പൊ ഇവിടുന്ന് അതുപോലെയുള്ള പാട്ട് പാടാനായിട്ട് ഇപ്പൊ എന്റെ ഇത് മോശമാണ്. എന്നാലും എന്നെ കഴിയുന്ന രീതിയിൽ നമ്മളെ ആഘോഷം തുള്ളിക്കും. തുള്ളിക്കൊന്നുമില്ല, കരയാതിരുന്നാ മതി. പാടിക്കോ, ഞങ്ങള് തുള്ളിക്കോളാം. എന്തേ അല്ലേ? നല്ലൊരു കൈഡി കൊടുത്തേ ചേച്ചിക്ക്. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ, കുപ്പിവളക്കടക്കുള്ളിൽ ചിപ്പിവളക്കടക്കുള്ളിൽ ഞാൻ കണ്ടൊരു പുഷ്പവതിയുടെ തേരോട്ടം തേരോട്ടം തേരോട്ടം. അടിപൊളി. യമുന നന്നായി പാടി കേട്ടോ. യമുനയ്ക്ക് നല്ലൊരു കൈയിടി കൊടുക്കിൻ. അങ്ങനെ വീണ്ടും കാണാം. യമുന ചേച്ചി ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? അതാണ് സി കേരളം സൂപ്പർ ബമ്പറിന്റെ മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ലോട്ട് എടുക്കണം. ഇവിടെ കുറേ പേര് റെഡിയായി നിൽപ്പുണ്ട്. നമ്മൾ തെരഞ്ഞെടുത്ത ആളുകൾ തന്നെയാണ്. അതിൽ നിന്ന് ഇവിടെ വന്ന് ആരാണ് മത്സരിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. ഇതിനകത്തൊരു ലോട്ട് എടുക്കണം. ലോട്ട് എടുക്കണമെങ്കിൽ അതിൻ്റെ കൂടെ എനിക്കൊരു പാട്ട് കേൾക്കണം. പാട്ടും ലോട്ടും. അപ്പൊ ആരാ ഇവിടെ വന്ന് പാട്ട് പാടിയിട്ട് ലോട്ട് എടുക്കാൻ പോകുന്നേ? ഏയ് നല്ലൊരു കൈ കൊടുത്തേ. എന്താണ് മിടുക്കിയുടെ പേര്? My name is Michelis. മൈ നെയിം ഈസ് കേട്ടു, ബാക്കി ഞാൻ കേട്ടില്ല. Michelis. മിഷേലസ് മാ. മിഷേലസ്. ആരാ ഈ പേരിട്ട മിഷേലസിന്? എന്റെ ആന്റി. ആന്റി. ആന്റി ഇവിടെ ഉണ്ടോ? ഇല്ല. ആന്റി എവിടെ പോയി? ആന്റിയാണ്. മിഷേലസിന്റെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? വീട്ടില് മമ്മയുണ്ട്, ഇപ്പോ പപ്പയുണ്ട്, അനിയുണ്ട്, പിന്നെ ആന്റി ഉണ്ട്, അങ്കിളുണ്ട്. എല്ലാവരും ഉണ്ട്. കൂട്ടുകുടുംബമാണ് മൊത്തത്തില്. മിഷേലസ് തകർക്കാണ് വീട്ടില്. മിഷേലസ് ആണോ വീട്ടിൽ എല്ലാവർക്കും പാട്ട് പാടി കൊടുക്കുന്നത്? ഒരു ഗായിക ഞാനാണ്. വീട്ടിൽ വേറെ ആരാ പാട്ട് പാടുന്ന ആളുള്ളേ? ആന്റി ചെറുതായിട്ട് പാടും. ഈ ആന്റി ചെറുതായിട്ട്. ഈ ആന്റി പാടില്ല, നമുക്ക് പിന്നെ പൊക്കാം എന്തായാലും ആന്റിനെ. ഓക്കെ, മിഷേലസിന് പാട്ടൊക്കെ പഠിപ്പിച്ചിരുന്ന അപ്പൊ ഈ ആന്റി ആണോ? എന്താ ഈ ആന്റിയുടെ പേരെന്താ? ജാസ്മിൻ. ജാസ്മിൻ. ഇവര് മൊത്തം ഭയങ്കര പേരാണല്ലോ. മിഷേലസ്, ജാസ്മിൻ. എത്രാം ക്ലാസ്സിലാണ് മിഷേലസ് പഠിക്കുന്നത്? 3rd ക്ലാസ്സിൽ. 3rd ക്ലാസ്. ഇംഗ്ലീഷ് മീഡിയം ആണല്ലേ? ഞാൻ പെട്ടു. ഓക്കെ. ഐ വെരി മച്ച് പെട്ടു. ഓക്കെ, ഏത് പാട്ടാണ് നമുക്ക് പാടിത്തരാൻ പോണേ ഇപ്പൊ? മാപ്പിളപ്പാട്ടാണോ? ഓക്കെ, അപ്പൊ നന്നായിട്ട് താളം പിടിച്ചോ. മാപ്പിളപ്പാട്ടാണ് മിഷേലസിന്റെ വക. അസർമുല്ല മണം വീശും കാറ്റേ വന്ന് മിസിറിന്റെ കഥ പറഞ്ഞാട്ടേ, മുഖം പൊത്തി സുലേഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂക്കി. അസർമുല്ല മണം വീശും കാറ്റേ വന്ന് മിസിറിന്റെ കഥ പറഞ്ഞാട്ടേ, മുഖം പൊത്തി സുലേഖപ്പൂ ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂക്കി. ഇഷ്ടത്തിക്ക് യൂസഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ, മൊഞ്ചു മികച്ച പ്രവാചകനെ തൻ പുഞ്ചിരി കൊണ്ട് വലിച്ചില്ലേ. ഇഷ്ടത്തിക്ക് യൂസഫിനോട് ഇഷ്ക് തിങ്ങി നിന്നില്ലേ, മൊഞ്ചു മികച്ച പ്രവാചകനെ തൻ പുഞ്ചിരി കൊണ്ട് വലിച്ചില്ലേ.
അസർമുല്ല മണം വീശും കാറ്റേ വന്ന് മിസ്രിന്റെ കഥ പറഞ്ഞാട്ടേ മുഖം പത്തി സുലേഖപ്പു ബീവി പണ്ട് മുഹബത്താലല്ലേ ചിരി തൂക്കി. അടിപൊളി, ഗംഭീരം, നല്ലൊരു കൈയടി കൊടുത്തേ മിഷേലിന്. അപ്പൊ മിഷേലസ്, ഇനിയാണ് നമ്മൾ ചടങ്ങിലേക്ക് കടക്കുന്നത്. എന്താണ് ആ ചടങ്ങ്? നോട്ടെടുത്തിട്ട് ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും, എന്നിട്ട് മത്സരിപ്പിക്കും, ജയിപ്പിക്കും. ഓക്കെ, അപ്പൊ ഐശ്വര്യമായിട്ട് ഇതിന്ന് ഒരെണ്ണം എടുത്തിട്ട് ചേട്ടൻ്റെ കയ്യിൽ തന്നു. താങ്ക് യു വെരി മച്ച്. ഉഷാറാവണം കേട്ടോ. അതാണ് അതിന്റെ ആദ്യത്തെ മത്സരാർത്ഥിയെ നമ്മൾ വിളിക്കാൻ പോകുന്നു. മിഷേലസ് ആണ് എടുത്തു തന്നിരിക്കുന്നത്. ടാറ്റ, കാണാം. അപ്പോ മിഷേലസ് നമുക്ക് ആദ്യത്തെ മത്സരാർത്ഥിയെ എടുത്തു തന്നിരിക്കുകയാണ്. ആ മത്സരാർത്ഥി ആരാണ് എന്ന് പറയുന്നതിന് മുമ്പ് എനിക്കൊരു ഷോട്ട് ഓടിക്കണം. അതുകൊണ്ട് തന്നെ സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ a short break. Welcome back to C Kerala Super Bumper cooperated by Parle Hide and Seek Choco Chip Cookies. ഇതിൽ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി ഷൈമോൾ. ആരാണ് ഷൈമോൾ? ഷൈയായി കണ്ട് ഓടി വന്നേ. ഷൈമോൾ നമസ്കാരം. ഒരു നമസ്കാരം തിരിച്ചതാ. നമസ്കാരം. അതങ്ങടുത്താ. എന്താ പേര് പോലെ തന്നെയാണോ? ഭയങ്കര നാണോ തോന്നുന്നു. ആണോ? കൂട്ടുകാരിമാർ ഇവിടെ ഉണ്ടോ? ഷൈമോളിന് ശരിക്കും നാണമാണോ? ഈ ഭാവിയിൽ ഇങ്ങനെ നാണക്കാരിയായി മാറുമെന്ന് അറിഞ്ഞിട്ടാണോ? അത് ജനിച്ചു വീണപ്പോൾ തന്നെ നാണം ഉള്ളതുകൊണ്ടാണോ ഷൈമോൾ എന്ന് പേരിട്ടത്? ആരാ ഈ ഷൈമോൾ എന്ന് വിളിച്ചതാ? അമ്മയിട്ടതാ. അമ്മയ്ക്ക് മനസ്സിലായി മോള് ഇങ്ങനെ നാണംകുണിങ്ങ ആയിരിക്കും അല്ലേ. ഇന്ന് ആ നാണംകുണിയൊക്കെ നമ്മൾ മാറ്റും. ഇവിടെ ഗെയിമുകളാണ് നടക്കാൻ പോകുന്നത്. നാണമൊന്നും പാടില്ല. ഉഷാറായിട്ട് അന്തസ്സായിട്ട് മത്സരിച്ചേക്കണം. എത്ര രൂപ കിട്ടും? എത്ര രൂപ തരണം? 25,000 തന്നു. 25,000 ഒക്കെ തരാം. പിന്നെ സിമ്പിൾ അല്ലേ? വന്ന വഴി 25,000. ആദ്യം നമുക്ക് 25,000 തുടങ്ങി താഴോട്ട് പോയാലോ? അപ്പൊ 1,000 രൂപ കൊണ്ട് വീട്ടിൽ പോവാം. അങ്ങനെയൊക്കെയാലോ? ഓക്കെ, എന്തായാലും നമുക്ക് മത്സരം തുടങ്ങാം. ആദ്യം തന്നെ 120 സെക്കൻഡിന്റെ ഒരു ഗെയിമാണ്. അതായത് 1000 രൂപ സമ്മാനമായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഗെയിം എന്നുള്ളത് ലോട്ട് എടുക്കണം. റെഡിയാണോ? അപ്പോ നമ്മുടെ ചേച്ചിക്ക് ആദ്യത്തെ റൗണ്ടിലേക്കുള്ള ലോട്ട് എടുക്കാം. ഷൈമോൾ, അപ്പോൾ നമ്മുടെ പെട്ടികളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇതാണ് പണപ്പെട്ടി. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിൽ നിന്ന് നമുക്ക് എത്ര രൂപ വേണമെങ്കിലും എടുക്കാം. പക്ഷെ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ള പണിപ്പെട്ടിയിൽ നിന്ന് പണിയെടുത്ത് ജയിക്കണം. ഓക്കെ, ആദ്യത്തെ പണി ധൈര്യമായിട്ട് ഇവിടുന്ന് ചോദിച്ചു മേടിച്ചോ. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. ഷൈമോൾ ആദ്യത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോവാണ്. ആ മത്സരത്തിന്റെ പേരാണ് വിരൽ തുമ്പത്ത്. ഷൈമോൾ 1000 രൂപ സ്വന്തമാക്കാൻ ആദ്യത്തെ മത്സരത്തിന് തയ്യാറായി നിൽക്കുന്നു. ഷൈമോളജി, ദേ ഇവിടെ പോയി നിന്നേ. പൊസിഷൻ റെഡി, അറ്റൻഷൻ. ഓക്കെ, 120 സെക്കൻഡ് സമയം കൊടുക്കുന്നുണ്ട് നമ്മൾ. ഈ 120 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഈ വൈൻ ഗ്ലാസിന്റെ മുകളിൽ ബോളുകൾ ഓരോന്നായിട്ട് എടുത്തു വെക്കുക. എന്നിട്ട് ഈ ബക്കറ്റിലുള്ള മുഴുവൻ ബോളും ഇതിന്റെ ഉള്ളിൽ ഇടുക. മുഴുവനൊന്നും ഇടണ്ട, 5 എണ്ണം ഇട്ടാൽ മതി. 120 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 മിനിറ്റ് ഉണ്ട്. 2 മിനിറ്റിൽ 5 എണ്ണം എന്നൊക്കെ പറയുന്നത് ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് സിമ്പിൾ ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം സിമ്പിൾ ആണോ പ്രശ്നമുള്ളതാണോ എന്നൊക്കെ ഉള്ളത് ഇപ്പം അറിയാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റെഡി, 1 2 3 സ്റ്റാർട്ട്. റെഡി, നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ആയ്, കറക്റ്റ് പുറത്തേക്ക്. ഒന്നും നോക്കണ്ട. ആയ്, മുട്ടി തിരിച്ചു വന്നു. അത് തന്നെ എടുത്തു, അതും പുറത്തേക്ക് വിട്ടു. ഒന്നും നോക്കണ്ട, ഉന്നം പിടിച്ച് ചെയ്തേ. ധൃതി വേണ്ട. 2 മിനിറ്റ് ഉണ്ടല്ലോ, നമുക്ക് 5 എണ്ണം എത്തിച്ചാൽ പോരെ. അത് ഒന്ന് സെന്റർ ചെയ്തൊക്കെ അടിച്ചു നോക്കി. അതിന്റെ ഉള്ളിൽ വീഴ്ത്താൻ പറ്റും. ധൃതി കാണിക്കണ്ട. അടി. ആ, മുട്ടി ജസ്റ്റ് മിസ്. തൊഴിലുറപ്പ് പദ്ധതിയിലേക്കുള്ള ആളാണ്, കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. അപ്പൊ അതിന്റെ ഒരു വീറും ഭാഷയൊക്കെ കാണിക്കണം കേട്ടോ. അത് മോശമായിപ്പോയി. ഈ ബക്കറ്റ് കാണുന്നില്ല എപ്പോഴും, അവിടെയാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ സമയമെടുത്ത് ചെയ്തോ, നമ്മുടെ കയ്യിൽ കുറച്ച് സമയം ഉണ്ടല്ലോ. അതിന്റെ ഒരു സെന്റർ കണ്ടടിച്ചു നോക്കി. സെന്റർ കണ്ട് അപ്പൊ ഏതാണ്ട് അടുത്തോടെ പോയില്ല. ഇനി കറക്റ്റ് ഇത് ഞാൻ പിടിച്ച് മേടിച്ച് അവിടെ കൊണ്ട് ഇടേണ്ടി വരും തോന്നുന്നു. നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ഇപ്പൊ മുട്ടി തെറിച്ചു പോയി തോന്നുന്നു. ആയ്, ഇതെങ്ങനെ സാധിക്കണോ കൃത്യമായിട്ട് പുറത്തേക്ക് തള്ളിക്കളയാൻ? അതിന്റെ ഒന്ന് വെച്ചേ അവിടെ. എന്നിട്ട് ഇതിന്റെ സെന്റർ കണ്ടോന്ന്.
ആ അങ്ങനെ ചെയ്തു നോക്കി. അടിപൊളി. എന്നിട്ട് ചെയ്. ആ ഞാൻ ഈ സൈഡിൽ നിന്ന് നോക്കാം. ഞാനിവിടെ എന്താ വീട്. അപ്പൊ 1000 രൂപേന്റെ പകുതി ഞാൻ മേടിക്കാം അല്ലേ? ഞാനിവിടെ വന്നപ്പോ കൃത്യമായിട്ട് വീടല്ലോ. പോരട്ടെ. എന്റെ പേടി എന്റെ മുഖത്തേക്ക് എങ്ങനെ വരുമെന്നാ. പോരുന്നില്ല. ഒരെണ്ണേ വീണുള്ളൂ കേട്ടോ. നമുക്ക് 5 എണ്ണം വീഴ്ത്തിക്കണം. 5 എണ്ണം കിട്ടും ചേച്ചി, കിട്ടും. ടെൻഷൻ ഒന്നും വേണ്ട. നമുക്ക് വളരെ സിമ്പിളാണ്. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ഒന്ന് അപ്പ് എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ ചിലപ്പോ ശരിയാവുമായിരിക്കും. ആ അതാണ്. ആ പോട്ടെ. ആ അതന്നെ. ആ കറക്റ്റ്. കിട്ടും. ഈ ബക്കറ്റ് അവിടെ വെച്ചിരുന്നെങ്കിൽ എല്ലാം അതിനകത്ത് വീണേനെ. പോട്ടെ കിട്ടും. ആ ഇതെങ്ങനെ കൃത്യമായിട്ട് പുറത്തേക്ക് അടിച്ചു കളയുന്നു. ഒരെണ്ണം വീഴ്ത്തിയല്ലോ. അതുപോലെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. കണ്ട സൈഡിലേക്ക് അടിക്കുന്നത്. ആ കറക്റ്റ് ടോപ്പ് മുകളിലേക്ക് അടിക്കും. മുകളിലേക്ക്. അത് കൗണ്ട് ഡൗണിനുള്ള സമയമായിരിക്കുകയാണ്. 10 9 8 7 6 5 4 3 2 1. എന്റെ ദൈവമേ, ഒരെണ്ണം ഉള്ളൂ. എന്നാ അത് പിടിച്ചോ കയ്യില്. പോവാൻ നേരത്ത് തരാം. എന്തായാലും ആദ്യത്തെ റൗണ്ടിൽ തന്നെ ചേച്ചി ടാറ്റ പറയാണ്. നല്ല ഗംഭീരമായിട്ടൊക്കെ മത്സരിക്കാൻ ശ്രമിച്ചു. ആദ്യ റൗണ്ടിൽ തന്നെ തോറ്റുപോയപ്പോൾ എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ ചേട്ടൻ എന്ത് പറയുമെന്ന് തോന്നുന്നു? പൊക്കോണം ഈ അതിർത്തി കടന്ന് എന്നെങ്ങാനും പറയോ ചേട്ടൻ? ഇല്ല, അങ്ങനെയൊന്നും പറയില്ല. നല്ലൊരു കൈ കൊടുത്തേ. കൂട്ടുകാരിമാരെ ആരെങ്കിലും കളിയാക്കോ? നാളെ തൊഴിലുറപ്പ് തേടി അവള് തോറ്റുപോയിടി എന്നൊക്കെ പറയോ? അവര് പറയോ അങ്ങനെ? ഇല്ലല്ലേ. എന്തായാലും നമ്മുടെ ഷൈമോൾ ചേച്ചി ഷൈ ആയി പോവുകയാണ്. എന്തായാലും ഒരു പാട്ട് പാടി കൊടുക്കണത് ആരാ? ഒരു പാട്ട്. ഈ അമ്മച്ചി ഒരു പാട്ട് പാടി തരാം. എന്താ പേര്? വളരെ സരസയാണോ ഈ ചേച്ചി? തമാശക്കാരിയാണോ? ഓക്കെ, നമ്മുടെ ഷൈമോൾ ചേച്ചിക്ക് ഏത് പാട്ടാ പാടുന്നത്? എന്തായാലും നാളെ തോറ്റ് ടാറ്റ പറയണം. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിന്റെ വാലയവാതിൽ തേടി വരുന്നു ഞാൻ. തോറ്റു പോകുമ്പോ പാടാൻ പറ്റിയ പാട്ട് നടയിലും കാണില്ല. നിന്നെ അരയാലും കണ്ടില്ല. അമ്പല നടയിലും കണ്ടില്ല. അരയാൽ തറയിലും ഇത്രയൊക്കെ കളിയാക്കിയാ മതി. എന്തായാലും അല്ലിപ്പൂങ്കാവിലും കണ്ടില്ല. ഓക്കെ, ഇനി അരയാൽ തറയിലും അമ്പല നടയിലൊന്നും ഷൈമോള് പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോഴും ഇവര് പാടും കണ്ടില്ല എന്ന്. എന്തായാലും ഉണ്ടല്ലോ, ഈ ഗെയിം അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നമുക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കെങ്കിലും വന്ന് ഇതൊന്ന് മത്സരിക്കാൻ പറ്റുമോ? 120 സെക്കൻഡ് സമയം. ക്യാഷിനല്ല, ഇതൊരു സമ്മാനത്തിനായിരിക്കും. 5 എണ്ണം അതിൻ്റെ ഉള്ളിൽ എത്തിക്കുക. ആർക്കാ പറ്റുക? ഓക്കെ, കാണികളുടെ ഇടയിൽ നിന്നാണ് അപ്പോ വന്നിരിക്കുന്നത്. എന്താ പേര്? ശ്രീലക്ഷ്മി. എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുക. എന്താ വിഷയം? ബികോം. ഗെയിം ഒക്കെ കണ്ടല്ലോ അല്ലേ? റെഡി അല്ലേ? ഇത് നേരത്തെ ആദ്യമേ വന്നെങ്കിൽ ക്യാഷ് പ്രൈസ് ആയിരുന്നു. ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും സമ്മാനമായി കിട്ടും. പക്ഷെ നമുക്ക് മത്സരിച്ച് നോക്കാം. റെഡി? അന്ന് ശ്രീലക്ഷ്മി പൊസിഷൻ പോയി നിന്നോ. ഒന്നും നോക്കണ്ട. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ ബോളുകളായിട്ട് എടുത്ത് അതിൽ വെക്കുക, ഇടുക. 120 സെക്കൻഡ് തന്നെയാണ് സമയം. 5 എണ്ണമെങ്കിലും എത്തിക്കുക. റെഡി? തുടങ്ങാം. ശ്രീലക്ഷ്മിയുടെ സമയം ആരംഭിക്കുന്നു. 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ. നല്ലൊരു കൈ കൊടുത്തേ. ശ്രീലക്ഷ്മി വളരെ ബ്രേവ് ആയിട്ട് വന്നിരിക്കുകയാണ്. ഗ്ലാസോട് കൂടി തെറിപ്പിച്ചേക്കാണ്. ഒരു കൈ ഗ്ലാസ്സിൽ പിടിച്ചോ, അല്ലെങ്കിൽ ആ ഗ്ലാസ് തെറിച്ചു. എന്നിട്ട് ശരിക്കും ഞൊട്ടി വിട്ട്. പോരാ, കുറച്ചുകൂടി ഉയർത്തിപ്പോട്ടെ. നന്നായിട്ട് കൈ അടിച്ച്. പോരാ. എന്തായാലും കാണികളുടെ ഇടയിൽ നിന്ന് ഒന്നാണ്. നമുക്ക് ഉഷാറാക്കണം. പോരട്ടെ. കിട്ടും ശ്രീലക്ഷ്മി.
സൈഡിലേക്കല്ല, അതിന്റെ ആ സെന്റർ നോക്കി അടിച്ചു നോക്കി, അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വഴിയുണ്ട്. ആ അത് തന്നെ, ഒന്നും കൂടി ഹൈറ്റ്. ഷൈമോള് ഓർമ്മട്ടായിരുന്നട്ടാ. കാണണോ അത്ര കാണികളുടെ ഇടയിൽ നിന്ന് പാടാ അവിടുന്ന് കണ്ടപ്പോ സിമ്പിളാന്ന് തോന്നി അല്ലേ? ആ പക്ഷെ അത്ര സിമ്പിൾ അല്ല. ഇപ്പൊ ഷൈമോൾ ചേച്ചി വരും, ആരാ എന്നെ ഇവിടെ കളിയാക്കിയത് എന്ന് ചോദിച്ചിട്ട് അല്ലേ? നന്നായിട്ടൊന്ന് കൈയടിച്ചേ, നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ഒരെണ്ണം വീഴ്ത്തി. മഞ്ഞ ബോളെ വീഴുന്നു തോന്നുന്നു. നേരത്തെ ഷൈമോൾ ചേച്ചി മഞ്ഞ ബോൾ തന്നെ വീഴ്ത്തിയത്. ഇത് മൊത്തം മഞ്ഞ നിറച്ചാൽ മതിയായിരുന്നു. ആ പോട്ടെ പോട്ടെ. സമയം തീരാൻ പോകുന്നു. ഇവിടെയും കൗണ്ട് ഡൗൺ തന്നെ തുടങ്ങേണ്ടി വരും എന്തായാലും. ഒന്ന് കൗണ്ട് ഡൗൺ നടത്തിയാലോ? റെഡി അല്ലേ? 1 2 3 ഒക്കെ പറയാൻ അറിയാലോ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു മടുത്തോണ്ടാ. റെഡി 1 എന്തായാലും ഷൈമോൾ ചേച്ചിയേക്കാൾ കൂടുതൽ നമ്മൾ ബക്കറ്റിൽ വീഴ്ത്തിയിട്ടുണ്ട്. 2 എണ്ണം വീഴ്ത്തി ശ്രീലക്ഷ്മി. നമ്മള് കണ്ട പോലെ എളുപ്പമായിരുന്നില്ല ഗെയിം. അല്ല അല്ലേ? എന്ത് ചെയ്യാം, സാരില്ല. തോറ്റു എന്ന് തോന്നുന്നതിൽ വിഷമം തോന്നുന്നുണ്ടോ? ഇല്ല, ഇവിടെ വന്ന് മത്സരിക്കാൻ പറ്റിയില്ല, അഭിമാനം തോന്നി. അതാണ്. നല്ലൊരു കൈയ്യടി കൊടുത്തേ ശ്രീലക്ഷ്മിക്ക്. ഒട്ടും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഇനിയും ഇവിടെ ആളുകളെ ഗ്രൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ വന്ന് ഇവിടെ മത്സരിക്കും. ഇനിയും 4 പേര് കൂടെ ഉണ്ട്. അതിൽ നിന്ന് അടുത്തത് ആരാണ് ഇങ്ങോട്ട് മത്സരിക്കാൻ വരുന്നതെന്ന് നമുക്ക് ലോട്ടെടുത്ത് തന്നെ നോക്കാം. നമ്മുടെ രണ്ടാമത്തെ മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ലോട്ടെടുക്കണം. ലോട്ടെടുക്കാനായിട്ട് നമ്മുടെ നേരത്തെ ശ്രീലക്ഷ്മി വന്നില്ലേ, ശ്രീലക്ഷ്മിയുടെ അനിയൻ അരുൺ കൃഷ്ണ അല്ലേ? അരുൺ കൃഷ്ണ ഓടി വന്നേ. അരുൺ കൃഷ്ണേ ഓടി വന്നു ഇവിടെ വന്നേ. ഓടി വന്നു ഇവിടെ വന്നേ. അരുൺ കൃഷ്ണ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5. അരുൺ കൃഷ്ണനെ കൊണ്ട് നമുക്ക് ലോട്ട് എടുപ്പിക്കാം. അതിനാണല്ലോ അരുൺ കൃഷ്ണ വന്നത്. ഇതിന്നൊരു ലോട്ട് എടുത്തിരിക്കുക തന്നെ. അരുൺ കൃഷ്ണ ഉഷാറായിട്ട് നമുക്ക് അടുത്ത ആളുടെ പേരെടുത്ത് തന്നിട്ടുണ്ട്. ആ ആളെ അങ്ങോട്ട് വിളിച്ചേക്കാം. നമുക്ക് വിളിക്കട്ടെ. ആർദ്ര. രണ്ടാമത്തെ മത്സരാർത്ഥി ആർദ്ര ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. എന്ത് ചെയ്യുന്നു? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ, BSc കെമിസ്ട്രി. ഓ, മറ്റേ നിങ്ങളാണോ മറ്റേ സൾഫ്യൂരിക് ആസിഡിന്റെ ആള്? ആ അതന്നെ ആണല്ലേ? എനിക്ക് കുറച്ച് അതിന്റെ ഇതൊക്കെ ഇക്വേഷൻസ് പറഞ്ഞുതരാമോ? അങ്ങനൊന്നും ചോദിക്കരുത്. എന്നാലും ഈ H2SO4 എന്തൊരു സാധനം ഞാൻ മറന്നു. അത് വാട്ടർ അല്ലേ? അത് വാട്ടർ. ഇപ്പോഴൊന്നും മാറ്റൊന്നുമില്ല അല്ലേ? H2SO4 എങ്ങനെ വാട്ടർ ആവുന്നേ? H2SO4 ചോദിച്ചത്. അങ്ങനെ പറ. സൾഫ്യൂരിക് ആസിഡ് നമ്മുടെ നാരങ്ങയിലുള്ള എന്ത് സാധനമാണ്? അത് സിട്രിക് ആസിഡ്. അതിന് എന്തുട്ടാ പറയണേ ഇതുപോലെ? ZYOZ എന്നാണോ? അയ്യോ, അങ്ങനൊന്നും ചോദിക്കില്ല. സ്കൂളിൽ പോണായിരുന്നു അല്ലേ? നമ്മള് ഗെയിം കളിക്കാനല്ലേ? ഗെയിമിനാണ് വന്നത്. അതെന്റെ ഓർമ്മിപ്പിച്ചത് നന്നായി. ഞാൻ പെട്ടെന്ന് എന്റെ പഴയ കെമിസ്ട്രി ക്ലാസ്സിൽ 1ാം റാങ്ക് ഒക്കെ മേടിച്ചോണ്ടേ ആ ഓർമ്മയിലേക്ക് പോയി. സോറി, ഐ ആം സോറി. എല്ലാവരോടും സോറി. ഓക്കെ, അപ്പൊ നമുക്കവിടെ കേറിയാലോ? ആർദ്രയ്ക്ക് ആദ്യത്തെ മത്സരം കൊടുക്കാൻ പോവാണ്. അപ്പൊ അതിനുള്ള ലോട്ട് എടുക്കാം. അപ്പൊ മോളെ കെമിസ്ട്രി, ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്സ്. കണ്ടോ, ഈ ഇരിക്കുന്നതാണ് ക്യാഷ്. ഈ ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള പണി നമ്മൾ ഏറ്റുവാങ്ങണം. പരിപാടി ഇല്ല. ആദ്യം ഇതെടുത്ത് ജയിച്ചാൽ നമ്മൾ ഇത് തരും. എത്ര വേണേലും തരും, ഒരു കുഴപ്പമില്ല. 25,000 മുകളിലോട്ട് ചോദിക്കരുത് കേട്ടോ. 25,000 മുകളിലോട്ട് തരുന്ന പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ പണി എടുത്താലോ? ഇതിന്ന് പറഞ്ഞ എടുത്തോ. ആർദ്രയുടെ ഗെയിം അടിപൊളി ഗെയിമാണ്. ഗെയിമിന്റെ പേര് പറക്കും പമ്പരം എന്നാണ്. അപ്പോ ഒരു കൂട്ടുകാരനെ, കൂടെ കറങ്ങാൻ വരുന്നൊരു കൂട്ടുകാരനെ നമ്മൾ വിളിക്കുന്നു. നമ്മൾ ഒരു പമ്പരം സെറ്റ് ചെയ്ത് തരുന്നു. ആ കൂട്ടുകാരി പമ്പരം പറത്തി തരുന്നു. നമ്മൾ ഒരു ടൂത്ത് പിക്ക് പോലെ ഒരു കോല് തരും. അതിനകത്ത് ഈ പമ്പരം ബാലൻസ് ചെയ്ത് പിടിക്കുന്നു, കോർത്തെടുക്കുന്നു. അതാണ് ഗെയിം. ഇതിലും ഭേദം കറങ്ങാൻ പോണായിരുന്നു എന്നാണ് ഇപ്പോ ആർദ്ര ആലോചിച്ചത്. എന്തായാലും ആർദ്രയുടെ ആദ്യത്തെ ഗെയിമിലേക്ക് പോകാം. പറക്കും പമ്പരം. ആർദ്ര ആദ്യത്തെ മത്സരത്തിന് റെഡിയായി നിൽക്കുമ്പോൾ കൂടെ സാന്ദ്ര വന്നിരിക്കുകയാണ്. ആർദ്രയും സാന്ദ്രയും പെട്ടേനെ ഞാൻ റെഡി പമ്പരം പറത്താൻ വേണ്ടി അല്ലേ?
അപ്പോൾ നല്ല കൃത്യമായിട്ട് എറിഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് കോരി കോരി എടുക്കുക, ആ ബാസ്ക്കറ്റിലേക്ക് ഇടുക. 120 സെക്കൻഡാണ് നിങ്ങളുടെ കയ്യിലുള്ള സമയം. 120 സെക്കൻഡ് കൊണ്ട് 12 എണ്ണം അതിലെത്തിക്കുക. കറക്റ്റ് കണക്കല്ലേ? 120ന് 12 സിമ്പിളായിട്ട് പറ്റുമായിരിക്കും. അങ്ങനെ കിട്ടിയാൽ 1000 രൂപ ആർക്ക് കിട്ടും? ആർദ്രയ്ക്ക് കിട്ടും. അപ്പോൾ സാന്ദ്രയ്ക്ക് എന്ത് കിട്ടും? ആർദ്ര എന്തെങ്കിലും മേടിച്ചു തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗെയിം തുടങ്ങാം. റെഡി 1 2 3 സ്റ്റാർട്ട്. പോട്ടെ, നന്നായിട്ട് കഴിച്ചേ. ഇത് 12 കൂടുതൽ കൊടുക്കായിരുന്നു. അടിപൊളി. രണ്ടെണ്ണമായി നന്നായിട്ട് കഴിച്ചേ. അത് പോട്ടെ, കുഴപ്പമില്ല, ഓടിപ്പോയിരുന്നോ? ഇനി ഇഷ്ടംപോലെ ഉണ്ടോ? 3 ആയിട്ടുണ്ട്. പോട്ടെ, 4 എണ്ണം, 5 എണ്ണം ആയിട്ടുണ്ട്. 5 ആയിട്ടുണ്ട്. അല്ല സോറി, 7 എണ്ണം ആയിട്ടുണ്ട്. 8 എണ്ണം ആയിട്ടുണ്ട്. നന്നായിട്ട് കഴിച്ചേ. 8 എണ്ണം ആയിട്ടുണ്ട്. അത് പോട്ടെ, കുഴപ്പമില്ല. 9. അടിപൊളി. 9 എണ്ണം. പോട്ടെ. വേറെ കളറ്. ഹായ്. അത് പോട്ടെ, ആ കളർ മാറിയത് പ്രശ്നമായോ? കാറ്റിന്റെ ഗതി. ഒന്നും കൂടി വീശി. 10. ഇനി 1 മിനിറ്റ് കൂടി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. 11. ലാസ്റ്റ് വൺ. 1000 രൂപ കിട്ടിയിരിക്കുന്നു നമ്മുടെ ആർദ്രയ്ക്ക്. നല്ലൊരു കൈയ്യടി കൊടുത്തേ. എന്തായാലും നമുക്ക് ആർദ്രയ്ക്ക് 1000 രൂപ കയ്യോടെ കൊടുത്തേക്കാം. അത് വെച്ച് പൊറപ്പിക്കുന്നില്ല. കൈയടിച്ചേ. ഓക്കെ, 1000 രൂപ കിട്ടി. ഇനി എന്താ പരിപാടി? ഇനി 2000ന്റെ റൗണ്ടാണ്. രണ്ടാം റൗണ്ടാണ്. ആക്ച്വലി 2000 രൂപ കയ്യിൽ കിട്ടില്ല. അത് 3000ലേക്കുള്ള നെക്സ്റ്റ് റൗണ്ടിലേക്കുള്ള എൻട്രി ഗെയിമാണ്. ഓക്കെ, നമുക്കപ്പോൾ ലോട്ട് എടുത്താലോ? ഏതാണ് ഗെയിം എന്ന് നോക്കാം. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് എന്റെ കയ്യിൽ തന്നോ. അടിപൊളി ഗെയിമാണ്. പക്ഷെ ഈ ഗെയിം പറയുന്നതിന് മുമ്പ് ഒരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ടോ? 1000 രൂപയൊക്കെ കിട്ടിയതല്ലേ, പോയി ഒരു ചായ കുടിച്ചിട്ട് വരാന്നേ. ഈ പൈസ എന്നല്ല, ഞാൻ എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് ചായ പിടിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ഒരു ചെറിയ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ-പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. നമ്മൾ ആർദ്രയ്ക്കുള്ള രണ്ടാമത്തെ ഗെയിം കൊടുക്കുന്നു. ആർദ്ര എടുത്ത ഗെയിമിന്റെ പേര് കുത്തിപ്പിടുത്തം എന്നാണ്. ആർദ്ര രണ്ടാം റൗണ്ടിന് റെഡിയാണ്. 2000ന്റെ റൗണ്ടാണ്. 3000ലേക്കുള്ള റൗണ്ടാണ്. ദേ ഇരിക്കുന്നു ബോളുകൾ. ഇത് ആ കാണുന്ന ബോർഡിൽ നന്നായിട്ട് ബൗൺസ് ചെയ്യിപ്പിച്ച് പൊന്തിക്കുക, എന്നിട്ട് ഈ ബാസ്ക്കറ്റ് എത്തിക്കുക. ഓക്കെ, 100 സെക്കൻഡ് സമയമാണുള്ളത്. 100നുള്ളിൽ നമ്മളൊരു ഇതിൽ നിന്നൊരു 3 എണ്ണം ഈ ബാസ്ക്കറ്റിൽ എത്തിയാൽ മതി. ഓക്കെ, റെഡി അല്ലേ? അപ്പോ ആർദ്രയുടെ സമയം ദാ ആരംഭിക്കുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിക്കോ. അത് അതിനകത്തേക്ക് എത്തിയില്ല, അത് സൈഡിലേക്ക് പോയി. ടെൻഷനൊന്നും വേണ്ട. കിട്ടും. നന്നായിട്ട് കൈയടിച്ച് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച്. വീടല്ലേ. അടിപൊളി. ഒന്ന്. സാരില്ല. നല്ല പ്ലാനിങ്ങിലാണ് ആർദ്ര പോകുന്നത്. 2 എണ്ണം. 30 സെക്കൻഡ് ആയപ്പോഴേക്കും 2 എണ്ണം എത്തിച്ചു ആള്. 3 എണ്ണം. അടിപൊളി. നല്ലൊരു കൈഡി കൊടുത്തേ. 2000ന്റെ റൗണ്ട് നിഷ്പ്രയാസം കടന്നിരിക്കുകയാണ്. 3000ലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇനി 3000 ഉറപ്പായിട്ടും കയ്യിൽ കിട്ടുന്ന ഗെയിമാണ്. അപ്പൊ സൂക്ഷിച്ച് മത്സരിക്കണം. എടുത്താലോ? ലോട്ട് എടുത്താലോ? അപ്പോ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തോ. ആർദ്ര ഉറപ്പായിട്ടും 3000 സ്വന്തമാക്കാൻ പോകുന്ന ഗെയിം കറക്കി കൊളുത്തിയാണ്. ആർദ്രയ്ക്ക് 3000 രൂപ ഉറപ്പായും കിട്ടുന്ന ഗെയിമാണിത്. പക്ഷെ ആ ഉറപ്പ് ആർദ്രയ്ക്കും വേണം. 80 സെക്കൻഡ് സമയമാണുള്ളത്. 80 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഇരിക്കുന്ന പമ്പരം നമ്മൾ കറക്കി ഇതിൽ വീഴ്ത്തണം. ഇതിലെല്ലാത്തിനും വീഴ്ത്തുവോ? ശ്രമിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്നാലും ഉള്ളിലൊരു വിഷമുണ്ട്. എൻ്റെ പൊന്നു ചേട്ടാ അങ്ങനെയൊന്നും തരലേത് അല്ലേ? അത് ചിന്തിച്ചില്ലേ? എന്തായാലും അത്രയൊന്നും വേണ്ട, ഒരു 3 എണ്ണം എത്തിച്ചാൽ മതി. 80 സെക്കൻഡിനുള്ളിൽ 3 എണ്ണം വീണാൽ 3000 കൊടുക്കും. റെഡി, തുടങ്ങാം. എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. നന്നായിട്ട്. അതാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. പോരട്ടെ.
1 2 3 3000 രൂപയൊക്കെ കയ്യിൽ പിടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആര്? ആർദ്ര. ആ 3000 രൂപയിൽ ഒരു 500 രൂപ എനിക്ക് തരൂ. കടായിട്ട് മതി. അടുത്ത തവണ ഇവിടെ ഗെയിമിന് വരുമ്പോൾ ഞാൻ തിരിച്ചുതരാം. ഇപ്പൊ തന്നെ 500 രൂപ തിരിച്ചുതരാണ്. ഞാൻ കട മേടിക്കുന്നത് എന്തിനാണ്? ഓക്കെ, 3000 രൂപയ്ക്ക് എന്തോരം പൊട്ടും വളയും കമ്മലൊക്കെ മേടിക്കുക അല്ലേ? എന്താ നമ്മുടെ പ്ലാൻ? പൊട്ടും വളയും കമ്മലൊന്നും വേണ്ട. എന്താണ് 3000 രൂപയ്ക്ക് എന്താ പരിപാടി? എന്താ പരിപാടി? അതൊന്നും ചിന്തിച്ചിട്ടില്ല? കൂട്ടുകാർക്ക് ചെലവ് ചെയ്യോ? ചെലവ് ചെയ്യും. എന്താണ് ചെലവ് ചെയ്യാ? ബർഗർ, പിസ്സ, സമോസ, പരിപ്പൂട, അങ്ങനെ ലോ ലെവലിലേക്ക് വരും? അതോ ഹൈ ലെവലിൽ പോകും? ട്രിപ്പ് പോവോ നിങ്ങള്? അത് പൊളിച്ചു. നല്ലൊരു ഗൈഡ് കൊടുത്തേ. കൂട്ടുകാരിമാരൊക്കെ തുള്ളിച്ചാടുണ്ടാവും ഇപ്പോ. എന്തായാലും 2000 രൂപ നമ്മൾ 1000 തന്നു. ഇനി ഒരു 2000 കൊടുക്കാനുണ്ട്. ആ 2000 രൂപ പിടിച്ചേ. ഒരു നല്ല ഗൈഡ് കൊടുത്തേ. 2000 രൂപ ടോട്ടൽ 3000 രൂപ തന്നു. അതിന്റെ സന്തോഷത്തിൽ നമുക്കൊന്ന് തുള്ളിച്ചാടിയാലോ? ഒരു ഡാൻസ് ആയാലോ? അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഗെയിം എടുക്കാം. ഇനി എന്ന് പറയുന്നത് 5000ന്റെ റൗണ്ടാണ്. 10000ത്തിലേക്കുള്ള എൻട്രി ആണ്. 5000 രൂപ കൈ കിട്ടുന്ന ഗെയിം അല്ല. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഒരു ലോട്ട് എടുത്തോ. അടിപൊളി. 5000 ഒക്കെ ആയതുകൊണ്ടാണ് കുറച്ച് മന്ത്രവാദമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പേടിക്കണ്ട. ഗെയിമിന്റെ പേര് മാന്ത്രിക വടി എന്നാണ്. മന്ത്രവടിയൊക്കെ കൈപിടിച്ച് ആർദ്രയും ആർദ്രയുടെ കൂട്ടുകാരിയുടെ പേര് ആദിത്യയും ഇവിടെ നിൽപ്പുണ്ട്. റെഡിയല്ലേ? ഈ ഇരിക്കുന്ന ബോളുകളാണ് നിങ്ങൾ ആ ബാസ്ക്കറ്റിൽ എത്തിക്കേണ്ടത്. 60 സെക്കൻഡാണ് ഇപ്പൊ സമയമുള്ളൂ. നമ്മൾ കാശ് കൂടുന്തോറും സെക്കൻഡ്സ് കുറഞ്ഞു വരും, എണ്ണമൊക്കെ കൂടിക്കൊണ്ടിരിക്കും. അതാണല്ലോ ഗെയിം. ഓക്കെ, 60 സെക്കൻഡിനുള്ളിൽ ഇതിൽ നിന്ന് 8 ബലൂണുകളാണ് നിങ്ങൾ ആ ബാസ്ക്കറ്റ് എത്തിക്കേണ്ടത്. റെഡിയല്ലേ? ഉഷാറായിട്ട് മത്സരിച്ചോളണം കേട്ടോ. അപ്പോ ഇവരുടെ സമയം ഇവിടെ ആരംഭിക്കുന്നു. റെഡി? 1 2 3. നല്ലൊരു ഗൈഡ് എടുത്തതേ. മാന്ത്രവടി ഇവരുടെ ഇടയിൽ പോയി ഫെവിക്യുക്ക് അങ്ങനെ എടുത്ത് ഒട്ടിച്ചോ. വളരെ സിമ്പിൾ ആയിട്ടൊക്കെ പോകുന്നു. അടിപൊളി. 1. നല്ലൊരു ഗൈഡ് എടുത്തേ. അതെ, സൈഡ് കുത്തി പിടിക്കണം കേട്ടോ. സൈഡ് കൊണ്ട് എടുക്കരുത്, കുത്തിയെടുക്കുക. അങ്ങനെ കുത്തിയെടുക്കും. അതന്നെ. 20 സെക്കൻഡ് കഴിയൂ. വേഗം അതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നോക്കി. എന്നിട്ട് വീണ്ടും അങ്ങനെ വിട്ടാക്കൊള്ളില്ലല്ലോ. എന്തൊന്നും ബലൂൺ അത് ഇടയിൽ വെച്ച് ചാടിപ്പോണത്. അതന്നെ, കുത്തിപ്പിടിക്കുക അല്ലെങ്കിൽ അത് പോവും. അതന്നെ, കറക്റ്റ്. പോരട്ടെ. 2 എണ്ണം. ഇനി 6 എണ്ണം കൂടി നമ്മൾ അവിടെ എത്തിക്കണം. ഓടിപ്പോരെ. അതന്നെ, അതെടുത്തോ. ഹായ് ഓറഞ്ച്. 30 സെക്കൻഡ് കഴിഞ്ഞു. സ്പീഡാക്കിക്കോ. 30 സെക്കൻഡ് കഴിഞ്ഞു. എടുത്തോ. അതെടുത്തോ. ഇനി അത് വേറെ എടുത്തോ. ആ വലുത് നോക്കി എടുത്തോ. അടിപൊളി. അതന്നെ, ബുദ്ധിപരമായ തീരുമാനം. ഓക്കെ, പോയോ? ഓടിപ്പോരെ. ആ ബലൂണിന് ടെൻഷനില്ല. ദേഷ്യം വന്ന് ബലൂൺ കുത്തിപ്പൊട്ടിക്കരുത് കേട്ടോ. നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്. 3 എണ്ണം എത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 എണ്ണം. ഈ സൈഡ് വെച്ച് പിടിക്കില്ല കേട്ടോ. അത് നമ്മുടെ നിയമത്തിന് അങ്ങനെയല്ല അതിന്റെ നിയമം. 20 സെക്കൻഡ് ഇനി ബാക്കിയുള്ളൂ. 4ാമത്തെയാണ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 2 എണ്ണം കൂടി അത് അവിടെ എത്തിയില്ല. ഓടിക്കൊണ്ടത് ഇവിടെ വയ്ക്കും. റെഡി. വീണ്ടും ഇനി 4 എണ്ണം കൂടി. അവിടെ എത്തുന്ന 3 എണ്ണല്ലേ ഉള്ളത്. ഇനി അവിടെ 3 എണ്ണം ഉള്ളൂ. അപ്പൊ ഇനി 5 എണ്ണം കൂടി അവിടെ എത്തി. പോരട്ടെ.
സമയം പോണു, വേറെ എടുക്ക്, സമയം പോണു, വേറെ. ആ അതന്നെ, പൊക്കോ അയച്ചു. അതെടുത്ത് ഇവിടെ വെക്കി, ടെൻഷൻ വേണ്ട. നിങ്ങൾ അതുകൊണ്ട് ഇപ്പൊ ചാടിപ്പോണം. ആദ്യം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഞാൻ കണ്ടതാ, അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട. അത് തന്നെ, പോട്ടെ. കുറച്ചുകൂടി പരത്തി പിടിച്ചോ. ആ റെഡി, പൊക്കോ. ആ അതന്നെ, റെഡി. 15 സെക്കൻഡുകൾ ആയി. ഇനി ബാലൻസ് കൗണ്ട് ഡൗൺ തുടങ്ങേണ്ട സമയമായി. അതെന്ത് എളുപ്പം പരിപാടിയാ. കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള സമയമായി. നമുക്കൊന്ന് കൗണ്ട് ഡൗൺ ചെയ്ത് കൊടുത്താലോ? ഒന്ന് കൈയടിച്ചേ. പൊട്ടിച്ചു. 10 9 8 7 6 5 4 3 2 1. ദേഷ്യം വന്നിട്ടാണ് ഇടയ്ക്ക് പറഞ്ഞ കുത്തിപ്പൊട്ടിച്ചത്. എന്തായാലും 3000 രൂപ സ്വന്തമാക്കി ആർദ്ര ഇവിടെ നിൽക്കുന്നു. താങ്ക് യു ആദിത്യ. വീണ്ടും കാണാം. ആർദ്ര 3000 രൂപ സ്വന്തമാക്കി. സന്തോഷമായില്ലേ? മാത്രമല്ല നമുക്ക് നന്നായിട്ട് ഡാൻസും കളിച്ചു തന്നില്ലേ? അതുകൊണ്ട് 3000-ന്റെ ഒപ്പമുള്ള സമ്മാനം കൂടാതെയും നമ്മൾ സമ്മാനം തരുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഇത് ഡാൻസിനുള്ളതാണ് കേട്ടോ. നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട്. നന്നായിട്ടൊന്ന് കൈയടിച്ചേ. അടുത്തത് ട്വാൻലി നൽകുന്ന മറ്റൊരു സമ്മാനമുണ്ട്. പിന്നെയുള്ളത് ഫോർവിഷ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനമാണ്. 3000-വും ഇഷ്ടംപോലെ സമ്മാനവും. ഇനി കൂട്ടുകാരികളുടെ കൂടെ ട്രിപ്പ് അടിക്കല്ലേ? നല്ലൊരു കൈയടി കൊടുത്തേ ആർദ്രയ്ക്ക്. സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വാർനാട് മൊത്തത്തിൽ ഉഷാറായിരുന്നു. എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്തു. ഒപ്പം ഇന്ന് ഈ പരിപാടി ഇവിടെ ഉഷാറാക്കാൻ സഹകരിച്ച വാർനാട് വാസ്കോ ക്ലബിലെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ആൻഡ് സല്യൂട്ട്. അപ്പോൾ ഇനി നിങ്ങളോടാണ്. നാളെ നമ്മൾ ചിലപ്പോൾ നേരിട്ട് കണ്ടേക്കാം. ഇതുപോലെ മത്സരങ്ങൾ പങ്കെടുത്തേക്കാം. ചിലപ്പോൾ 25,000 രൂപയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും കിട്ടിയേക്കാം. ഇതെല്ലാം അറിയണമെങ്കിൽ നാളെ ആവണം. തൽക്കാലം ഇന്നത്തെ സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ നിന്നും മിഥുൻ പറയുന്നു ഗുഡ് ബൈ.